ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ ഹിന്ദി സെക്കൻഡ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് സാമാന്യ നിർദ്ദേശം എന്താണെന്ന് നോക്കിയാലോ. നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കാമല്ലേ. ഓക്കെ, ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? 15 മിനിറ്റ് കാ കൂൾ ഓഫ് ടൈം പ്രശ്ന പെർ വാചൻ കെ ലിയെ. എന്താണ്? 15 മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ചു നോക്കാനുള്ള കൂൾ ഓഫ് ടൈമാണ്. ഗതിവിധി ഏക് കാ ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. സെക്കൻഡ് നിർദ്ദേശം എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഗതിവിധി ഏക്, അതായത് പ്രവർത്തനം 1 ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ, ഉത്തരം നിർബന്ധമായിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. ദെൻ 2 से 4 की गतिविधियों में किन्हीं 4 के उत्तर लिखें. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യുക? നിർദ്ദേശങ്ങൾ നന്നായി വായിച്ചു നോക്കുക, അതിനുശേഷം ഉത്തരങ്ങൾ എഴുതുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 1. സൂചന ഗൺപടയം ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേം. എന്താണ് കൂട്ടുകാരെ? പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മനോജ് 11 साल का लड़का. മനോജ് 11 വയസ്സുള്ളൊരു ആൺകുട്ടിയാണ്. ഗർമി മാതാജി പിതാജി ഓർ ദാദി. വീട്ടിലാരൊക്കെയാണുള്ളത്? മാതാജി പിതാജി ഓർ ദാദിയുമുണ്ടല്ലേ. ഗാവ് നദിക്ക് പാസ് ഏക്ക് ചോട്ടാഗർ. അവരുടെ വീട് എവിടെയാണ്? ഗാവിൽ നദിയുടെ അടുത്ത് ഒരു ചെറിയ വീടാണ്. ഗർക്കെ പീച്ചെ പഹാഡ്. ഗർക്കെ പീച്ചെ എന്ന് പറഞ്ഞാൽ വീടിന് പുറകിലായിട്ട് എന്തുണ്ട്? പഹാഡ് എന്താണ് കൂട്ടുകാരെ? പർവ്വതമല്ലേ. അപ്പോൾ വീടിന് പുറകിലായിട്ട് പർവ്വതമുണ്ട്. ഗർക്കെ സാമനെ പീപ്പൽ കടഹൽ ആദിക്കെ പേട്. വീടിൻ്റെ സമീപത്തായിട്ട് പീപ്പൽ, അതുപോലെ തന്നെ കടഹൽ എന്നുള്ള മരങ്ങളുമുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനോജ് കിത്തനെ സാൽ കാ ലഡ്കാ ഹേ. മനോജ് എത്ര വയസ്സുള്ളൊരു ആൺകുട്ടിയാണ്? 9, 10, 11, 12. എത്ര വയസ്സാണ് കൂട്ടുകാരെ? യെസ്, ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നില്ലേ, മനോജ് 11 साल का लड़का है. അപ്പോൾ മനോജ് കിത്തനെ साल का लड़का है? യെസ്, ആൻസർ 11. ഓക്കെ, ദെൻ മനോജ് കെ ഘർ മേ കോൻ കോൻ ഹേ. മനോജിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയാണ്? യെസ്, നമുക്കറിയാം, മാതാജി പിതാജി ഓർ ദാദി. ആൻസർ എന്താണ്? മാതാജി പിതാജി ഓർ ദാദി. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? മനോജ് ക ഘർ കഹാം ഹേ. മനോജിൻ്റെ വീട് എവിടെയാണ്? അസ്പത്താൽ കെ പാസ്, ആശുപത്രിയുടെ അടുത്ത്. നദി കെ പാസ്, നദിയുടെ അടുത്ത്. സ്കൂൾ കെ പാസ്, സ്കൂളിൻ്റെ അടുത്ത്. മൈതാൻ കെ പാസ്, മൈതാനത്തിൻ്റെ അടുത്ത്. ഏതാണ് റൈറ്റ് ആൻസർ? അതെ, നദി കെ പാസ് ആണല്ലേ, നദിയുടെ സമീപത്തല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? നദി കെ പാസ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനോജ് കെ ഘർ കെ പീച്ചെ ക്യാ ഹേ. മനോജിൻ്റെ വീടിൻ്റെ പുറകിലായിട്ട് എന്താണുള്ളത്? നദി ഹേ, ഗാവ് ഹേ, സ്കൂൾ ഹേ, പഹാഡ് ഹേ. ഏതാണ് കൂട്ടുകാരെ റൈറ്റ് ആൻസർ? നമ്മൾ പറഞ്ഞു മനോജിൻ്റെ വീടിൻ്റെ പിറകിൽ എന്താണുള്ളത്? അതെ, പഹാഡാണല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? പഹാഡ് ഹേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനോജ് കെ ഘർ കെ സാമനെ ക്യാ ക്യാ ഹേ. മനോജിൻ്റെ വീടിനടുത്ത് എന്തൊക്കെയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണുള്ളത്? യെസ്, പീപ്പൽ ഓർ കടഹൽ അല്ലേ. പീപ്പലിൻ്റെയും കടഹലിൻ്റെയും പേടല്ലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? പീപ്പൽ ഓർ കടഹൽ. ഓക്കെ, നമുക്ക് ഗതിവിധി 2 നോക്കിയാലോ. ഗതിവിധി 2. സൂചന കവിതാംശ് പഠയം ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേം. കവിതാ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് കവിതയൊന്ന് വായിച്ചു നോക്കാം. ധീരെ ധീരെ ചൽത്താ ജൂല, तेजी से उड़ता झूला, चक्कर गाते मजाक बढ़ाते, മേരെ ബൻ ബഹ്ലാത്ത ജൂല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? ജൂല കൈസെ ഉടുത്താ ഹേ. സെക്കൻഡ് ലൈൻ നോക്കൂ, തേസി സെ യഹ് ഉടുത്താ ജൂല. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. എന്താണ്? യെസ്, ജൂല തേസി സെ ഉടുത്താ ഹേ. ജൂല തേസി സെ ഉടുത്താ ഹേ. ഓക്കെ, ദെൻ ഗാ ക്വസ്റ്റ്യൻ. കവിതാംശ് കെ ആധാർ പർ സഹി മിലാൻ കരേ. ഫസ്റ്റ് നോക്കൂ, ധീരെ ധീരെ ഏതായിരിക്കും യോജിച്ചത്? ഓക്കെ, ഇതൻ നോക്കൂ, തേസി സേയഹ് ഉടുത്ത ജൂല എന്നല്ലേ വരികളിൽ നമുക്ക് കണ്ടെത്താമല്ലോ. ഓരോ വരികളിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരച്ചെടുത്താൽ മതി. ഓക്കെ, ധീരെ ധീരെ ചൽത്താ ജൂല, ദെൻ തേസി സേയഹ് എന്താണ്? ഉടുത്ത ജൂല, ദെൻ ചക്കർ ഗാത്തെ മസാ ബടാത്തെ, ദെൻ മേരാമൻ
ബഹ്ലാത്ത ജൂല. എളുപ്പമുള്ളൊരു പ്രവർത്തനമല്ലേ കൂട്ടുകാരെ? ഓക്കെ. ദെൻ ഗതിവിധി 3 നോക്കാം. ചിത്ര के स्थान पर शब्द जोड़े കഹാനിക്ക് പൂർത്തീകരം. എന്താണ്? ചിത്രങ്ങൾക്ക് പകരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കഥ പൂർത്തീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കഥയുടെ ഫസ്റ്റ് ഭാഗം നോക്കാം. ഏക ഖർഗോശ് പേടിക്കെ നീച്ചെ സോരഹാദ. എന്താണ്? ഒരു മുയൽ മരത്തിന് പുറകിലായിട്ട് ഉറങ്ങുകയായിരുന്നു അല്ലേ. ആസ്മാൻ നീജെ ഗിര വഹിച്ചില്ലാക്കർ ഭാഗ. ആകാശം താഴെ വീണു പറഞ്ഞുകൊണ്ട് അത് നിലവിളിച്ചുകൊണ്ട് ഓടി. യഹ് സുനിക്കർ. അത് കേട്ടിട്ട് ആരുടെ പിക്ചറാണ് കൂട്ടുകാരെ നമുക്ക് അവിടെ നൽകിയിട്ടുള്ളത്? യെസ്, ലോമഡിയാണല്ലേ, കുറുക്കനല്ലേ. ഇവിടെ നമുക്ക് ബോക്സിൽ എല്ലാ ആനിമൽസിനെയും നെയിംസ് നൽകിയിട്ടുണ്ട്. അതെടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഫസ്റ്റ് എന്തായിരിക്കും അപ്പോൾ? യഹ് സുനിക്കർ, ലോമഡി. ദെൻ കരടിക്ക് എന്താ പറയുക? യെസ്, ബാലു. ദെൻ ഹാത്തി, ഹിരൺ, ബന്ദർ. സബ് ഖർഗോശ് കെ പീച്ചെ ദൗഡെ. ഇവരെല്ലാവരും ആരോടൊപ്പം ഓടി? ഖർഗോശിൻ്റെ മുയലിന് പിറകിലായിട്ട് ഓടി. ഓക്കെ, അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ കഥ പൂർത്തീകരിക്കുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 4. സൂചന. ഉദ്ഘോഷണ പടയും ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. ഈ ഉദ്ഘോഷണം വായിച്ച് നമ്മളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. പ്യാരെ ബച്ചോ, 1 अगस्त 2023 को सुबह 10 बजे उदयनूर गांव में पीपल दादी का जन्मदिन समारोह है. सबका स्वागत है. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജന്മദിൻ സമാരോഹ് കിസ്കാ ഹേ. ജന്മദിൻ സമാരോഹ് ആരുടേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടേതാണ്? യെസ്, പീപ്പൽ ദാദി കാ. ആരുടേതാണ്? യെസ്, പീപ്പൽ ദാദി കാ. ദെൻ ജന്മദിൻ സമാരോഹ് കാ പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ ജന്മദിന സമാരോഹയുടെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. കൂട്ടുകാർക്ക് ഇതുപോലെ ഭംഗിയായി ചിത്രമൊക്കെ വരച്ച് എഴുതി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഗതിവിധി 5 നോക്കിയാലോ. സൂചന. ഗൺ പടയും ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. मैं सीना हूँ. मैं 11 साल की हूँ. मैं माताजी पिताजी और भाई के साथ वड़क में रहती हूँ. वडगरा में रहती हूँ. അനു മേരി മിത്ര ഹേ. നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്നെ ബാരേമേം ലിഖേ. നിങ്ങളെക്കുറിച്ച് ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? മേം സീനാഹും എന്നുള്ളിടത്ത് കൂട്ടുകാർ എന്ത് ചെയ്യുക? മേം നിങ്ങളുടെ പേരെന്താണോ അതവിടെ എഴുതുക. ദെൻ മേം 11 സാൽ കി ഹും. എല്ലാവർക്കും 11 വയസ്സൊക്കെ ആവില്ലേ? അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? അതവിടെ എഴുതുക. ദെൻ മേം മാതാജി, അതല്ലെങ്കിൽ നിങ്ങളുടെ വയസ്സ് എത്രയാണോ അതവിടെ എഴുതുക. ഓക്കെ, മേം മാതാജി പിതാജി ഓർ ഭായി കെ സാത്ത് വടകരാമിൻ രഹിത്തി ഹും എന്നല്ലേ. അവിടെ നിങ്ങൾ ആരുടെയൊക്കെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ വടകര എന്നുള്ളിടത്ത് നിങ്ങളുടെ പ്ലേസ് എഴുതുക. ഓക്കെ, ദെൻ അനു മേരി മിത്ര ഹേ. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? അനു എന്നുള്ളിടത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരെഴുതുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? സീന കെ മിത്ര കോൻ ഹെ. സീനയുടെ മിത്ര കൂട്ടുകാരി ആരാണ്? യെസ്, അനു. ആൻസർ എന്താണ്? അനു. ഓക്കെ, ദെൻ ഗതിവിധി നോക്കാം. സൂചന. ചിത്രകഥ ദേക്കേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. എന്താണ്? ചിത്രകഥ നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രോं के अनुसार वाक्यों को क्रम से लिखें. നമുക്ക് നോക്കാം, ഓരോ സെൻറ്റൻസായി നോക്കാം. അമൽ ദാദാസെ മില. देन अमल मुन्नी के साथ झूला झूलने लगा. मैं बाप के साथ अमल माँ बाप के साथ अमल रेलगाड़ी से उतरा. दादाजी ताड़ के पेड़ के नीचे प्रतीक्षा में गड़े थे. അപ്പോൾ ഫസ്റ്റ് ഏതായിരിക്കും വരിക? യെസ്, മാം ബാപ്പ് കെ സാത്ത് അമൽ റെയിൽഗാഡി സെ ഉത്തര. ദെൻ സെക്കൻഡ് പിക്ചർ നോക്കൂ, ഏതായിരിക്കും? യെസ്, ദാദാജി താട് കെ പേട് കെ നീച്ചെ പ്രതീക്ഷമേ ഗടേതേ. ദെൻ തേർഡ് അമൽ ദാദാ സെ മില. ദെൻ ലാസ്റ്റ് എന്താണ്? അമൽ മുന്നി കെ സാത്ത് ജൂല ജൂലിനെ ലഗ. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ ക്രമപ്പെടുത്തി എഴുതുമല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ചിത്രകഥാക്കേലി ഉചിത ശീർഷകത്തെ. ഈ ചിത്രകഥയ്ക്ക് ഒരു ഉചിതമായ ശീർഷകം, ഒരു തലക്കെട്ട് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തെഴുതാം? അമൽ ഗാവുമേം, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ,
ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.